ഗതാഗത മന്ത്രിയുടെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വാർത്ത എടുക്കാനായി KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്, രശ്മി എത്തിയത് അതിരാവിലെ തന്നെ ഈ ശക്തമായ മഴയ്ക്കിടയിൽ. പക്ഷേ അവിടെ നിന്ന് നൽകാൻ മറ്റ് വിശേഷങ്ങൾ കൂടിയില്ലേ? കാരണം സർവീസുകൾ വെട്ടി കുറച്ചിട്ട് യാത്രക്കാരൊക്കെ വലയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ജീവനക്കാരുടെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട, ശമ്പളം എവിടെ? പല രീതിയിലുള്ള ബുദ്ധിമുട്ട് KSRTC നേരിടുന്നുണ്ട്. അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി. ഇത് സർക്കാർ കാലങ്ങളായി ഈ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, കൃത്യമായി ഡേറ്റുകളിൽ ശമ്പളം വിതരണം ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഈ ഓരോ മാസവും സമരം ചെയ്താണ് ശമ്പളം വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ജീവനക്കാർക്ക് ഉള്ളത്. അത് ഗഡുക്കളായി ശമ്പളം നൽകും എന്നുള്ളതാണ് ആദ്യം തീരുമാനിച്ചത്. കൃത്യമായി നൽകാൻ കഴിയാത്തതോടുകൂടി 2 ഗഡുക്കളായി നൽകും എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ആദ്യ ഗഡു പോലും നൽകാത്ത അവസ്ഥ, പിന്നീട് 2ാം ഗഡുവില്ല. ആ ഒരു രീതിയിലേക്കൊക്കെ വീണ്ടും ആ ഒരു രീതിയൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യം, വീണ്ടും ജീവനക്കാർ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം, അവർക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഈ രീതിയിലാണ് KSRTC മുന്നോട്ട് പോകുന്നത്. സർവീസുകൾ വെട്ടിച്ചുരുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയാണ് KSRTC നേരിടുന്നത്. പുതിയ മന്ത്രി വന്നതിന് ശേഷവും ഈ ഒരു ശമ്പളം കൃത്യമായി നൽകുന്ന ഒരു കാര്യത്തിലൊന്നും തന്നെ ആ ഒരു കൃത്യനിഷ്ഠമായി അത് ശമ്പളം നൽകാനൊന്നും തന്നെ KSRTCക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജീവനക്കാരൊക്കെ തന്നെ അതിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സർവീസുകൾ വെട്ടിക്കുറച്ചത് കൊണ്ട് തന്നെ യാത്രക്കാരും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാണ്. ഏതായാലും നല്ല മഴയാണ് തിരുവനന്തപുരത്ത്. ഞാൻ കുടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. നല്ല മഴയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം മന്ത്രിയെ കേൾക്കാമെന്നുള്ളൊരു പരിപാടിയിൽ KB ഗണേഷ് കുമാർ, അനു നേരത്തെ പറഞ്ഞ പോലെ KB ഗണേഷ് കുമാർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. KSRTC ബസ്സുകൾ തടയുന്ന കാര്യം, ഇനി അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ നിർദ്ദേശം. മന്ത്രിയുടെ ആ ഒരു തീരുമാനം സ്വാഗതാർഹമാണ്. പക്ഷേ ജനങ്ങൾ ഏത് രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇനി KSRTC ബസ്സുകൾ തടയാൻ പാടില്ല, ജീവനക്കാരെ ആക്രമിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും. മേയർ ആര്യ രാജേന്ദ്രന്റെ വിഷയം ഒന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കണോ? തീർച്ചയായും ആ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിലൊരു പറയാതെ പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്. കാരണം അത് വലിയ രീതിയിൽ വിവാദമായ സംഭവമാണ്. മേയർ ആര്യ രാജേന്ദ്രനും MLA സച്ചിൻ ദേവും ഇത്തരത്തിൽ KSRTC ബസ് തടഞ്ഞു നിർത്തുകയും അതിൽ ഡ്രൈവറായിട്ടുള്ള യദുവിന് ജോലി നഷ്ടപ്പെട്ടതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ഒരു KSRTC ബസ് തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ അതിൽ നിന്നും ആളുകളോട് ഇറങ്ങിപ്പോകാൻ പറയുക, പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ആ ബസ്സിലെ മെമ്മറി കാർഡ് വരെ കാണാതാകുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ മേയറുടെ ഒരു ധാർഷ്ട്യത്തിനെതിരെ വ്യാപകമായി വിമർശനം ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ചാലക്കുടിയിൽ കഴിഞ്ഞ ദിവസം ഒരു KSRTC ഡ്രൈവറെ മർദ്ദിക്കുന്ന സംഭവമുണ്ട്. ഇപ്പം ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. അത് പ്രധാനമായും മേയർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം മേയറുടെ നടപടി ശരിയായില്ല എന്നുള്ളത് വ്യാപകമായി പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉയർന്ന ഒരു വിമർശനമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു തീരുമാനം സ്വാഗതാർഹം തന്നെയാണ്. മാത്രമല്ല യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത് ഷൂട്ട് ചെയ്തതിന് ശേഷം, എന്ത് സംഭവങ്ങളാണെങ്കിലും അത് ഷൂട്ട് ചെയ്തതിന് ശേഷം അത് CMDക്ക് നൽകാം എന്നുള്ളതാണ് ഈ ഒരു മന്ത്രിയുടെ ഒരു നിർദ്ദേശത്തിൽ പറയുന്നത്. മന്ത്രിയെ കേൾക്കാം എന്നുള്ളൊരു പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അത് പരോക്ഷമായി മേയർ ആര്യ രാജേന്ദ്രന് ഉള്ള ഒരു താക്കീത് തന്നെയായതിനെ കാണേണ്ടി വരും. ഇതിനോട് പൊതുജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും നമുക്ക് നോക്കാം. എന്തായാലും KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ രാവിലെ തിരക്ക് വളരെ ഓട്ടത്തിലാണ്. ഇവിടോട്ടൊക്കെ യാത്ര പോകാനുള്ള, ഞാൻ മൈക്കുമായി എത്തുമ്പോൾ തന്നെ ഓരോരുത്തർ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു KSRTC ബസ് തടയുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതാണ് വാർത്ത. എന്താണ് നമുക്ക് പറയാനുള്ളത്? അതായത് KSRTC ബസ് തടഞ്ഞു നിർത്തുക, നേരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ബസ് തടഞ്ഞു നിർത്തുന്ന സംഭവമൊക്കെ ഉണ്ടായി. അപ്പൊ ഈ ജീവനക്കാരെ ആക്രമിക്കുക, കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ ഒരു ഡ്രൈവറെ ആക്രമിച്ചിരുന്നു ഇതുപോലെ യാത്രക്കാർ. അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് നല്ല ഗണേഷ് കുമാർ എടുത്ത തീരുമാനമല്ലേ, നല്ലതാണ്, കുഴപ്പമില്ല, കേട്ടിട്ട് നല്ലതെന്ന് തോന്നുന്നുണ്ട്. നല്ല തീരുമാനമാണ് എന്നുള്ളതാണ് ആളുടെ ഒരു പ്രതികരണം. അപ്പം പ്രത്യേകിച്ചും ഈ മഴ കാരണം യാത്രക്കാരൊക്കെ തന്നെ തിരക്കിലാണ്. അവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ളൊരു തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ഇവർക്കൊന്നും പ്രതികരിക്കാൻ സമയമില്ല എന്നുള്ളതാണ്. നമുക്ക് ചോദിച്ചു നോക്കാം. ഈ KB ഗണേഷ് കുമാർ അല്ലേ, KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ആർക്കും പ്രതികരിക്കാൻ താല്പര്യമില്ല. ഏതായാലും ഇത്തരത്തിലുള്ളൊരു തീരുമാനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തികച്ചും സ്വാഗതാർഹം തന്നെയാണ്. വ്യാപകമായി തന്നെ ഇത്തരത്തിലൊരു
ആക്രമണം, അതായത് കഴിഞ്ഞ ചാലക്കുടിയിലും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല മേയർ ആര്യ രാജേന്ദ്രന്റെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്തത്. കാരണം അത് തടഞ്ഞു നിർത്തിയതിനു ശേഷം MLA തന്നെ ബസ്സിനകത്തേക്ക് കയറി യാത്രക്കാരോട് അതിനകത്തു നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത് അത്രത്തോളം സമയനഷ്ടമാണ് ഈ യാത്രക്കാർക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ നിർദ്ദേശത്തിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. യാത്രക്കാരെ ഇതേ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പിഴ, അതായത് അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഈ ഒരു ആരാണോ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ തയ്യാറാകണം എന്നുള്ളതാണ്. അതിന്റെ മാത്രമല്ല ബസ്സിലിരിക്കുന്ന ആർക്കും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്താവുന്നതാണ്. പകർത്തിയതിനു ശേഷം അത് CMDക്ക് കൈമാറാവുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഈ KSRTC ബസ്സുകൾ തടഞ്ഞു നിർത്തുന്ന സംഭവം, അത്തരത്തിൽ തടഞ്ഞു നിർത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിനോട് പറയാനുള്ളത്? ചേട്ടൻ എന്താ പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം ഈ ബസ് തടഞ്ഞു നിർത്തുന്ന ആളുകളില്ലേ, അവർക്കെതിരെ നടപടി ഉണ്ടാകുന്ന ഒരു മന്ത്രി അത്തരത്തിലൊരു നിലപാടെടുത്തു. എന്താ അതിനോട് പറയാൻ? നല്ല കാര്യമാണ്. ഈ മേയർ ആര്യ രാജേന്ദ്രനൊക്കെ ബസ്സൊക്കെ തടഞ്ഞു നിർത്തിയ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. എങ്കിലും അത്തരത്തിലുള്ളൊരു തീരുമാനം സ്വാഗതാർഹമാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ജീവനക്കാരെ ആക്രമിക്കുക അല്ലെങ്കിൽ ബസ് ഡ്രൈവറോട് ഇങ്ങനെ മോശമായി പെരുമാറുക എന്നുള്ളതൊക്കെ എന്നാ തീർച്ചയായിട്ടും അങ്ങനെയാണ് തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെയാണ് പ്രേക്ഷകരുടെ ഭാഗത്ത്, യാത്രക്കാരുടെ ഭാഗത്ത്. ഈ മൈക്ക് കണ്ട് ഓടുന്ന പ്രേക്ഷകരോട്, നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ സ്ഥിര പ്രേക്ഷകർക്ക് പ്രതികരിക്കാനുണ്ട്. കാരണം പേടിയാ ജനങ്ങൾക്ക് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പ്രതികരണം വന്നിരിക്കുന്നത് ശ്രീമതി പ്രീതി ജയന്റെ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ രശ്മി കൊണ്ടുപോകുമ്പോൾ രശ്മിയെ കണ്ടോ, ഞങ്ങളുടെ മൈക്ക് ID കണ്ടോ അല്ല, പക്ഷേ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഒരു പക്ഷേ ജനങ്ങൾക്ക് പേടി ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് ഞങ്ങളുടെ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. കേട്ടോ രശ്മി? തീർച്ചയായും അത്തരത്തിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് ഒരു മൈക്കുമായി ചെല്ലുമ്പോൾ അത് സംസാരിക്കുന്നതിന്റെ ഒരു പ്രശ്നമല്ല, ഭയമാണ്. എന്ത് പറഞ്ഞാലും കാരണം ഇതു എന്നുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഡ്രൈവറാണ്. ആ ഡ്രൈവർക്ക് വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അയാൾ വളരെ വേദനയോടുകൂടി പിന്നീട് പ്രതികരിക്കുകയുണ്ടായി. അയാളുടെ ജോലിയാണ് നഷ്ടപ്പെട്ടത്. അതിനുള്ള തുടർ നടപടികളൊക്കെ തന്നെ എവിടെ എത്തി എന്നുള്ള കാര്യം പോലും അറിയില്ല. അന്വേഷണം എവിടെ, കൃത്യമായിട്ടുള്ള രീതിയിലാണോ അതിന്റെ അന്വേഷണം നടക്കുന്നത്? അതിന്റെ തുടർ നടപടികളൊന്നും തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള മറ്റൊരു നടപടികളും ഇപ്പോൾ നമുക്ക് അറിയില്ല. ആ ഒരു രീതിയിൽ അത് അതിന്റെ ഒരു മെല്ലെപ്പോക്ക് തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് മന്ത്രി KB ഗണേഷ് കുമാറുമായിട്ടുള്ള വിഷയമാണെങ്കിലും മേയറുടെ വിഷയമാണെങ്കിലും ഇതിലൊക്കെ പ്രതികരിക്കുകയാണെങ്കിൽ അതെന്താകും എന്നുള്ളൊരു ഭയം കൂടി പൊതുജനങ്ങൾക്കുണ്ട്. അതൊരു പക്ഷേ അതുകൊണ്ട് തന്നെ ആവാം അടുത്തേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ തീർച്ചയായും നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കൂടെയാണല്ലോ രശ്മി. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും പേടിച്ച് മതിയാവുന്നുള്ള ഒരു പ്രതികരണമൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമെന്ന് അവരോട് തന്നെ ചോദിക്കണം.